ഈ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 9 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനൊരു മറുപടി നൽകാൻ കാത്തിരിക്കുന്ന ജനങ്ങൾ അവർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള മറുപടി നൽകും. UDF അത്യുജ്വലമായിട്ടുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഉജ്ജ്വലമായിട്ടുള്ള വിജയം UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവും. PV അൻവർ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ തീർച്ചയായിട്ടും പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ സർക്കാർ നടത്തുന്ന നിരന്തരമായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് PV അൻവർ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ മുന്നണിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ജനങ്ങളെ സ്വാധീനിക്കും. അൻവർ തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അൻവറിൻ്റെ പിന്തുണ കൂടി വലിയ മുന്നേറ്റം UDFന് അനുകൂലമായി സൃഷ്ടിക്കുന്നതിൽ തീർച്ചയായും അൻവറിൻ്റെ പിന്തുണ വലിയ സഹായം ചെയ്യുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. UDFൻ്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഏറ്റവും അടുത്ത നിമിഷം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നേതൃത്വം പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി ആരായാലും UDF പ്രവർത്തകർ കൈ മെയ് മറന്ന് അവിടെ പ്രവർത്തിക്കും. UDFനെ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കും. അല്ല, LDFനും BJPക്കും അവിടെ സ്ഥാനാർത്ഥികളില്ലല്ലോ. LDFൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് സംബന്ധിച്ച് അവർ വലിയ ആശയക്കുഴപ്പമുണ്ട്. BJP വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്താതെ ഓടി ഒളിക്കാനുള്ള സമീപനമാണ് BJP ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഏകദേശം 17,250 വോട്ടുണ്ട്. അപ്പോൾ ഈ വോട്ടുകൾ നിലനിർത്താൻ അവർക്ക് കഴിയില്ല എന്ന് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് 100% ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്ന സാഹചര്യത്തിൽ നിലവിലുള്ള വോട്ട് നിലനിർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ക്ഷീണമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് BJP ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള ശ്രമമാണ്. BJP അങ്ങനെ പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞത് അവരെ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം BJP എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശ്രമത്തിലാണ്. വാസ്തവത്തിൽ LDFും BJPയും തെരഞ്ഞെടുപ്പ് ആഗ്രഹിച്ചിരുന്നതേയില്ല. എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പ് നടക്കരുത് എന്ന് ആഗ്രഹിച്ചത് BJPയും CPM ആയിരുന്നു, LDFും ആയിരുന്നു. UDF തീർച്ചയായിട്ടും UDFന് മാത്രമാണ് ഒരു കോൺഫിഡൻസ് ഉള്ളത്. തീർച്ചയായിട്ടും നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF സ്ഥാനാർത്ഥി വിജയിക്കാൻ പോവുകയാണ്. LDFും BJPയും പാലക്കാട്ടേതുപോലെ പരസ്പര സഹകരണവുമായി മുന്നോട്ട് പോകുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. CJP മുന്നണിക്ക് പാലക്കാട്ടെ ജനങ്ങൾ എപ്രകാരമാണോ തിരിച്ചടി കൊടുത്തത് അതിലും ശക്തമായ തിരിച്ചടി നിലമ്പൂരിലെ ജനത കൊടുക്കും. അല്ല, കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ആരാണ് എന്നുള്ളത് ഏറ്റവും അടുത്ത നിമിഷം ഹൈക്കമാൻഡ് അനുമതിയോടുകൂടി പ്രഖ്യാപനം വരും. ഇവിടെ CPMനും അല്ലെങ്കിൽ LDFനും BJPക്കുമുള്ള സ്ഥാനാർത്ഥികളില്ല. അവരാരെ സ്ഥാനാർത്ഥിയാക്കിയാലും അവരുടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. വലിയ വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത്. UDFന് കേരളത്തിലെ നിലവിൽ ഒരു വലിയ തരംഗമുണ്ട്. ആ തരംഗത്തിന് അനുസൃതമായിട്ടുള്ള വലിയ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള വിജയം UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അല്ല, BJPക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അത് ഇപ്പോൾ കൊച്ചി തീരത്ത് മറിഞ്ഞ കപ്പൽ പോലെയാണ് കേരളത്തിലെ BJPയുടെ അവസ്ഥ. അത് പൊട്ടിയൊലിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് മാലിന്യം പകരാതെ നോക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ കടമയാണ്.